നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിക്ക് ശേഷം പുതിയ വൈറസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകളിൽ ആശങ്ക ഉയരാറുണ്ട്. ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ഹൻഡ വൈറസ് ആണ്. എലികളിലൂടെ മനുഷ്യരിലേക്ക് പടരുന്ന ഈ വൈറസ് ചിലപ്പോൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും വരെ കാരണമാകാം എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. എന്നാൽ എന്താണ് ഹൻഡ വൈറസ്? എങ്ങനെയാണ് ഇത് പടരുന്നത്? രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എത്രത്തോളം അപകടകാരിയാണ് ഈ വൈറസ്? നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഹൻഡ വൈറസ് ഒരു പുതിയ വൈറസ് ബാധയല്ല എന്നതാണ്. പതിറ്റാണ്ടുകളായി ലോകത്തിന്റെ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരുന്ന രോഗാണുവാണിത്. 1950കളിൽ കൊറിയൻ യുദ്ധകാലത്താണ് ഈ വൈറസിനെ കുറിച്ചുള്ള ആദ്യ പ്രധാന പഠനങ്ങൾ ആരംഭിച്ചത്. പിന്നീട് അമേരിക്ക, ചൈന, ദക്ഷിണ കൊറിയ, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ഹൻഡ വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വൈറസ് പ്രധാനമായും എലികളിലൂടെ മനുഷ്യരിലേക്കാണ് പകരുന്നത്. എന്നാൽ എല്ലാ എലികളും വൈറസ് വഹിക്കുന്നില്ല. ചില പ്രത്യേക ഇനങ്ങളിലുള്ള കാട്ടെലികളാണ് ഹൻഡ വൈറസിന്റെ പ്രധാന വാഹകർ. ഇവയ്ക്ക് വൈറസ് ഉണ്ടായാലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ കാണിക്കില്ല. എന്നാൽ അവയുടെ മലം, മൂത്രം, ഉമിനീർ എന്നിവ വഴി വൈറസ് പരിസരങ്ങളിലേക്ക് പകരാം. മനുഷ്യരിലേക്ക് രോഗം പകരുന്ന രീതി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എലികൾ താമസിച്ചിരുന്ന അടച്ചിട്ട മുറികൾ, ഗോഡൌണുകൾ, പഴയ വീടുകൾ, കൃഷിയിടങ്ങൾ എന്നിവ വൃത്തിയാക്കുമ്പോൾ പൊടികണങ്ങളിലൂടെ വൈറസ് വായുവിലേക്ക് ഉയരും. ആ വൈറസ് അടങ്ങിയ വായു ശ്വസിക്കുമ്പോഴാണ് രോഗബാധ ഉണ്ടാകുവാൻ സാധ്യത കൂടുതൽ. ഹൻഡ വൈറസിന് പ്രധാനമായും 2 വകഭേദങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഹൻഡ വൈറസ് പൾമണറി സിൻഡ്രം അഥവാ HPS. ഇത് പ്രധാനമായും ശ്വാസകോശത്തെ ബാധിക്കുന്ന ഗുരുതര രോഗാവസ്ഥയാണ്. രണ്ടാമത്തേത് ഹീമറാജിക് ഫീവർ വിത്ത് റീനൽ സിൻഡ്രം അഥവാ HFRS. ഇത് വൃക്കകളെ ബാധിക്കാം. രണ്ടും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുവാൻ സാധ്യത ഉള്ളവയാണ്. രോഗലക്ഷണങ്ങൾ ആദ്യം സാധാരണ വൈറൽ പനിയോട് സാമ്യമുള്ളതാണ്. പനി, കടുത്ത ശരീരവേദന, തലവേദന, ക്ഷീണം, വയറുവേദന, ഛർദി എന്നിവ തുടക്കത്തിൽ കാണാം. എന്നാൽ രോഗം ഗുരുതരമാകുമ്പോൾ ശ്വാസതടസ്സം, നെഞ്ചുകുറുകൽ, ശ്വാസകോശത്തിൽ ദ്രാവകം നിറയൽ തുടങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലരിൽ വൃക്കയുടെ പ്രവർത്തനവും തകരാറിലാകാം. ഹൻഡ വൈറസിന്റെ മരണനിരക്കും ചില കേസുകളിൽ ഉയർന്നതാണ്. പ്രത്യേകിച്ച് ശ്വാസകോശത്തെ ബാധിക്കുന്ന HPS രോഗരൂപം വളരെ അപകടകാരിയാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. ഇനി ഉയർന്ന പ്രധാന ചോദ്യം ഈ രോഗത്തിന് മരുന്നുണ്ടോ എന്നതാണ്. ഇപ്പോൾ വരെ ഹൻഡ വൈറസിനെ പൂർണ്ണമായി തടയുന്ന പ്രത്യേക മരുന്നുകളോ വാക്സിനുകളോ ലഭ്യമല്ല. രോഗബാധ സ്ഥിരീകരിച്ചാൽ രോഗിയുടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്ന ചികിത്സയാണ് നൽകി വരുന്നത്. ഗുരുതരാവസ്ഥയിൽ ഓക്സിജൻ സഹായം, ICU ചികിത്സ എന്നിവ ആവശ്യമായി വരാം. അതിനാൽ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അടുത്തതായി ഹൻഡ വൈറസിനെ പ്രതിരോധിക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. എലികൾ കയറുവാൻ സാധ്യതയുള്ള ദ്വാരങ്ങൾ അടയ്ക്കുക, ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെക്കാതിരിക്കുക, മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുവാൻ അനുവദിക്കാതിരിക്കുക എന്നിവ ശ്രദ്ധിക്കണം. രണ്ടാമത് പഴയ മുറികളോ ഗോഡൌണുകളോ വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടി ഉയരുന്ന രീതിയിൽ ഒരിക്കലും അടിച്ചു വാരരുത്. ആദ്യം അണുനാശിനി തളിക്കണം. ശേഷം മാസ്കും ഗൗണും ധരിച്ച് വൃത്തിയാക്കുന്നതാണ് സുരക്ഷിതം. മൂന്നാമത് എലികളുടെ മലമൂത്രം നേരിട്ട് കൈകൊണ്ട് തൊടരുത്. കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഗോഡൌൺ തൊഴിലാളികളും കൂടുതൽ ജാഗ്രത പാലിക്കണം.